ബഹ്റൈൻ ഡെയിലി വ്ലോഗ് സീരീസ്. രാവിലെ തന്നെ കുടിവെള്ളത്തിന്റെ വണ്ടി കണ്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ തുടക്കം. നമ്മുടെ കൂടെ മൂന്നാമതൊരാളും കൂടെ കയറാനുള്ളത് കൊണ്ട് ബാക്കത്തെ സീറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. നല്ല രീതിയിൽ കച്ചറായി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ആ സമയത്താണ് കാണാതായ എന്റെ തൊപ്പിയൊക്കെ കണ്ടുകിട്ടുന്നത്. ഇതിനകത്ത് ഇനി എന്തൊക്കെയുണ്ട് എന്ന് അള്ളാഹ്ക്കറിയാം. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് നേനുന്റെ ലോണ്ടറിയും കൂടെ അവിടെ കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് അവന്റെ റൂമിനടുത്തെത്തി. ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവൻ വണ്ടി കയറി. വിഷ്ണുവാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാൻഡിങ് തുടങ്ങി. വണ്ടി പാർക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ദാറബോ ഹുസൈൻ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറന്റിൽ നമ്മൾ എത്തിയത്. നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരു നാച്ചുറൽ രീതിയിലുള്ള ആംബിയൻസും കിളികളും മുയലും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി സ്പോട്ട് തന്നെയായിരുന്നു. നമ്മളൊരു 3-4 ഐറ്റം സാധനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഐറ്റംസിനൊക്കെ നമുക്ക് താങ്ങാവുന്ന വിലയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. കഴിച്ച ഫുഡുകളൊക്കെ ഇഷ്ടമായി. ബ്രേക്ക്ഫാസ്റ്റിന്റെ മാത്രം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വിഷ്ണുവിനെ അവന്റെ റൂമിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കി. ഒരു 2:10 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ കയറി കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെയും പുറത്തിറങ്ങി. ഇപ്രാവശ്യം നമുക്ക് വേറൊരാളെയും കൂടെ എടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബഹ്റൈനിൽ മറ്റൊരു ഫുഡ് ബ്ലോഗറെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുഡ് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഫുഡ് ബ്ലോഗർ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നേനു ഒരു പിടിയും കിട്ടാത്ത എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു വന്നു. അത് നോക്കിയപ്പോഴായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീപ്പ് അവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും നമ്മുടെ വ്ളോഗർ ഷെബിനും ഫാമിലിയും എത്തി. പുറത്തേക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വെയില് കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാണാനൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി അവിടെയുള്ള ഗോൾഫ് കാർട്ട് പിടിച്ച് നേരെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന്റെ അകത്തൊക്കെ കറങ്ങാൻ തുടങ്ങി. ഈ ഗോൾഫ് വണ്ടി ഫ്രീ സർവീസ് ആണ്. ഇപ്രാവശ്യത്തെ ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞതിനേക്കാൾ മനോഹരമായിട്ടുണ്ടായിരുന്നു. കുറെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളും ഫുഡ് കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാല് കുത്താൻ ഇടയില്ലാത്ത രീതിയിൽ തിരക്കായിരുന്നു. എന്നാൽ തിരക്കൊന്നും വകവെക്കാതെ കുറച്ച് പേര് അവിടെ ഇരുന്ന് ലുഡോ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കളിയും കഴിഞ്ഞ് അവിടെ നടന്ന കുറെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഷെബിനെയും ഫാമിലിയെയും തിരിച്ച് വീട്ടിലാക്കി നേരെ ഒരു സിനിമ കാണാനായിട്ട് മുക്ത സിനിമാസിലെത്തി. 4.5 BDയുടെ പ്ലാറ്റിനം ടിക്കറ്റിന് ഒരു പോപ്കോണും 5.5 BDയുടെ ടിക്കറ്റിൽ ഒരു പോപ്കോണും വിത്ത് ഡ്രിങ്കും ഫ്രീ ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങളും ആ ടിക്കറ്റ് എടുത്തു. നമ്മളെടുത്തത് അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയ്ക്കുള്ള ടിക്കറ്റ് ആയിരുന്നു. ഫിലിം അത്യാവശ്യം എൻഗേജിംഗ് ആയതുകൊണ്ട് തന്നെ മടുപ്പൊന്നും തോന്നിക്കാതെ നമ്മൾ അതിരുന്ന് കണ്ടു. നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടായിരുന്ന പോപ്കോൺ കൊണ്ടുവന്ന് പടം കണ്ടു കഴിഞ്ഞിട്ടാണ് കഴിച്ചു ചേർത്തത്. പടം കാണാൻ ഉണ്ടെങ്കിൽ മുക്താസിൽ വന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.